നമസ്കാരം. ഒരു 1.5 വർഷം മുമ്പാണ് കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ അന്ന് നടന്ന ഒരു TV ഡിബേറ്റിൽ ഈ ട്രെയിനിൻ്റെ വേഗതയെപ്പറ്റി പരാമർശിച്ചപ്പോൾ എൻ്റെ ഒരു പരാമർശം വലിയ ട്രോളുകൾക്ക് വിധേയമാവുകയുണ്ടായി. അതിപ്പോഴും അങ്ങനെയുള്ള ട്രോളുകൾ വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അന്ന് നികേഷ് കുമാറായിരുന്നു ചർച്ച നയിച്ചിരുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ പൂർണ്ണമായ വേഗത കേരളത്തിൽ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ കേരളത്തിൽ ധാരാളം വളവുകളും തിരിവുകളുമുണ്ട്. ആ വളവുകൾ നിവർത്താതെ എങ്ങനെയാണ് കൂടുതൽ വേഗത ആർജിക്കാൻ കഴിയുക എന്നൊരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞൊരു ഉത്തരമുണ്ടായിരുന്നു. വളവുകളിലും വേഗത കുറയ്ക്കാതെ വേഗത്തിൽ തന്നെ സ്പീഡിൽ പോകാൻ കഴിയുന്ന ടെക്നോളജി വലിയ താമസമില്ലാതെ ഈ രാജ്യത്ത് വരും. അതുകൊണ്ട് തന്നെ വളവുകൾ ഒരു പ്രശ്നമല്ല. വലിയ വളവുകൾ നിവർത്താനുള്ള കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്, റെയിൽവേ ചെയ്യുന്നുണ്ട്. ഇത് അദ്ദേഹം ആ സമയത്ത് ഒരുമാതിരി കളിയാക്കി, ഒരു മൈലെണ്ണ ഇട്ട് പിടിച്ചാൽ റെയിൽവേ ട്രാക്കിലെ വളവുകൾ അങ്ങ് നിവരുമെന്നാണോ ഷാബു പ്രസാദ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതങ്ങ് വിട്ടു. ഇത് വലിയ 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 ട്രോളുകൾക്ക് കാരണമായി. ഇപ്പോഴും എൻ്റെ ഓരോ വീഡിയോകൾക്കും പോസ്റ്റുകൾക്കും താഴെ നിന്നുകൊണ്ട് പലരും ഇത് പറയുന്നുണ്ട്. ശരി, ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം, അവരുടെ സംതൃപ്തി. മറ്റുള്ളവരെ പരിഹസിച്ച് സംതൃപ്തി അടയുക എന്നുള്ളത് അത് ചില പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവരുടെ ഒരു സ്വഭാവമാണ്. അതാർക്കും മാറ്റാനൊന്നും കഴിയില്ല. പക്ഷേ ഈ സംഭവം എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. എന്താണ് ഈ വളവുകളിൽ വേഗത കുറയ്ക്കാതെ തന്നെ ട്രെയിനിന് പോകാൻ പറ്റുന്ന ടെക്നോളജി എന്നാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വളഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മേൽ ചില ബലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സപ്പോസ് ഒരു കല്ല് ഒരു ചരടിൽ കെട്ടി നമ്മളിങ്ങനെ കറക്കുന്നു. ആ കറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അനുഭവിക്കുന്ന ചില ഒരു ഫോഴ്സുണ്ട്. അതേപോലെ തന്നെ ആ കല്ലിലും ഒരു ഫോഴ്സുണ്ട്. നമ്മുടെ കയ്യിൽ അനുഭവിക്കുന്ന ഒരു ഫോഴ്സ്, നമ്മൾ അതിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. ആ ഫോഴ്സിന് സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ആ കല്ലിൽ അനുഭവപ്പെടുന്ന, അങ്ങനെ കറങ്ങുമ്പോൾ ആ കല്ലിൽ അനുഭവപ്പെടുന്നൊരു ഫോഴ്സുണ്ട്. അത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് പറയുക. ന്യൂട്ടൻ്റെ വിഖ്യാതമായ 3-ാം ചലന നിയമം, എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന ആ ബലത്തിൻ്റെ നേരെ എതിരെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്. സപ്പോസ് ഈ കയറൊന്ന് പൊട്ടിയാൽ എന്താണ് സംഭവിക്കുക? ഈ കല്ല് ദൂരേക്ക് തെറിച്ചു പോകും. ആ തെറിച്ചു പോകുന്നത് അതിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ്. ഇതേ തത്വമാണ് ഒരു ഹാമർ ത്രോയിൽ ഒരു അത്ലറ്റ് ഉപയോഗിക്കുന്നതും. അതിവേഗത്തിൽ ആ ഹാമർ കറക്കി 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 അദ്ദേഹം കയ്യങ്ങ് വിടുകയാണ്. കയ്യങ്ങ് വിടുമ്പോൾ ആ കറക്കലിൻ്റെ ശക്തിയിൽ ആ കല്ലിൽ, ആ ഹാമറിൽ അക്വയർ ചെയ്തിരിക്കുന്ന ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ പ്രവർത്തനം കാരണം ഇത് പരമാവധി ദൂരേക്ക് തെറിച്ചു പോകും. ഇതേ കാരണം കൊണ്ടാണ് ഒരു കാർ നല്ല വേഗതയിൽ പോകുമ്പോൾ വളവുകളിൽ കൂടെ തിരിയുമ്പോൾ നമ്മൾ ഒരു വശത്തേക്ക് മാറിപ്പോകുന്നത്, അതിൻ്റെ ഡാഷിലിരിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ പുറത്തേക്ക് തള്ളിപ്പോകുന്നത് അല്ലെങ്കിൽ നിരങ്ങിപ്പോകുന്നത്. ഇത് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ്. വളവുകളിൽ കൂടെ പോകുന്ന ഒരു ട്രെയിനിലും ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഈ ട്രെയിനും തമ്മിൽ, ഓടുന്ന ട്രെയിനും തമ്മിൽ ഒരു കൃത്യമായ ബാലൻസ് കീപ്പ് ചെയ്തില്ല എങ്കിൽ ഈ ട്രെയിൻ മറിയാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നാം കണ്ടിട്ടില്ലേ, വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴും ആകാശത്ത് വട്ടം തിരിയുമ്പോഴും എന്താണ് സംഭവിക്കുക? അതൊരു വശത്തേക്ക് ചരിയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വളവിൽ ഉണ്ടാകുന്ന ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ചരിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വിമാനം ചരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണത്. അതേപോലെ തന്നെ ഈ സൈക്ലിംഗ്
നടത്തുന്ന വെലോഡ്രാമുകൾ കണ്ടിട്ടില്ലേ? ആ വെലോഡ്രാമുകളിലെ ട്രാക്കുകൾ എപ്പോഴും ചരിഞ്ഞാണിരിക്കുക. സൈക്കിൾ വളരെ വേഗതയിൽ ഇങ്ങനെ അതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ വെലോഡ്രാം എപ്പോഴും വട്ടത്തിലാണ്. അപ്പോൾ അവിടെ ഒരു സർക്കുലർ മോഷനാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ സൈക്കിളിൽ അനുഭവപ്പെടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ സൈക്കിൾ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെലോഡ്രാമുകൾ ചരിച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ പറ്റുക? ചരിച്ചിട്ടില്ലെങ്കിൽ ഈ സൈക്കിൾ ചരിക്കേണ്ടി വരും. സൈക്കിൾ ചരിയും. സൈക്കിൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ചരിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ടയർ തെന്നിപ്പോയി അപകടങ്ങളുണ്ടാകും. നമ്മൾ ടി വിയിൽ ധാരാളം ഈ ബൈക്കിൻ്റെ റേസിങ് കണ്ടിട്ടില്ലേ? വളവുകളിൽ ആ ബൈക്ക് പരമാവധി ചരിയും. ആ ചരിക്കുന്നത് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സുമായിട്ടുള്ള ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വളവിൽ കൂടെ ഓടുന്ന ഒരു ട്രെയിൻ അതിന് വേഗത കുറയ്ക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ചരിച്ചാൽ മതി. അതിനെ ഒരു ചരിവ്, നല്ലൊരു ചരിവ്, അതിനാവശ്യമായൊരു ചരിവ് അതിന് കൊടുത്താൽ അതിൻ്റെ വേഗതയും ഭാരവും കണക്കാക്കി ആ വളവിൻ്റെ റേഡിയസ് എല്ലാം കണക്കാക്കി കൃത്യമായൊരു ചരിവ് അതിന് ഡെസിഗ്നേറ്റ് ചെയ്താൽ ആ ട്രെയിൻ വേഗത ഒട്ടും കുറയ്ക്കാതെ തന്നെ ഈ വളവുകളിൽ കൂടെ സഞ്ചരിക്കും. ടിൽറ്റിംഗ് ട്രെയിൻ എന്ന ടെക്നോളജിയാണ് ഇതിനുപയോഗിക്കുന്നത്. ഒരു സൈക്കിൾ ചരിക്കുന്ന മാതിരിയോ ഒരു വിമാനം ചരിക്കുന്നത് മാതിരിയോ ഒരു ട്രെയിൻ ചരിക്കാൻ സാധിക്കില്ല. വിമാനത്തിന് ചരിയാം, ഒരു കുഴപ്പമില്ല, അത് വായുവിലാണ്. എന്നാൽ ട്രെയിൻ എന്ന് പറയുന്നത് വളരെ നീളമേറിയ, വളരെയധികം ഭാരമുള്ള, നൂറുകണക്കിന് ടൺ ഭാരമുള്ള ഒരു ഭീമൻ വസ്തുവാണത്. പല കമ്പാർട്ട്മെൻറ്റുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണത്. അതിന് 2 വീലുകളുണ്ട്. വളവിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പുറത്തെ വീലിന് വേഗത കൂടുതലും ഉള്ളിലെ വീലിന് വേഗത കുറവുമായിരിക്കും. അവയെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അതുകൊണ്ടാണ് ഏറ്റവും പ്രായോഗികമായൊരു കാര്യം ചെയ്യുന്നത് ട്രെയിൻ വളവുകളിൽ വേഗത കുറച്ചു പോകുക എന്നുള്ളത്. എങ്കിലും ചെറിയൊരു ചരിവ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വേഗത കുറയ്ക്കാതിരിക്കാൻ വേണ്ട ചരിവ് കൊടുക്കാൻ വേറെ ടെക്നോളജി തന്നെ ഉപയോഗിക്കണം. ആ ടെക്നോളജിയുടെ പേരാണ് ടിൽറ്റിംഗ് ട്രെയിൻ ടെക്നോളജി. ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജപ്പാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉള്ളതാണ്. ഈ ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ പല വിദേശ ഏജൻസികളെയും സമീപിച്ചിട്ടുണ്ട്. ടാൽഗോ എന്ന ഒരു കമ്പനിയുമായിട്ട് അവസാനം കരാറിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ 2025 മുതൽ ഈ ഭാരതത്തിൽ നിർമ്മിക്കാൻ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഈ ടിൽറ്റിംഗ് ട്രെയിൻ ടെക്നോളജി ആയിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ ആ ടിൽറ്റിംഗ് ട്രെയിൻ ടെക്നോളജി ഉപയോഗിച്ച് പുറത്തു വരുന്ന ട്രെയിനുകൾ, അങ്ങനെ ഓടിത്തുടങ്ങുന്ന ട്രെയിനുകൾക്ക് വളവുകളിൽ വേഗത കുറയ്ക്കാതെ തന്നെ പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു റെയിൽവേ ടെക്നോളജിയാണ് ഈ ടിൽറ്റിംഗ് ട്രെയിൻ. കാരണം കേരളത്തിലെ ആണ് ഏറ്റവും കൂടുതൽ വളവുകളുള്ളത്. മലകളെ ചുറ്റിയൊക്കെ പോകുന്ന വളവുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ വേഗത മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും മികച്ച ടെക്നോളജിയാണിത്. ഇത് ഇപ്പോൾ റെയിൽവേ അതിൻ്റെ പ്രവർത്തനത്തിലാണ്. 2025 മുതൽ അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 100 വന്ദേ ഭാരത് ട്രെയിൻ സെറ്റുകൾ ഈ ടിൽറ്റിംഗ് ട്രെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വരാൻ പോകുന്നത്. അതോടുകൂടി ഈ വന്ദേ ഭാരതിന് കേരളത്തിൽ വേഗതയില്ല എന്ന പരാതിയും മാറിക്കിട്ടും. ഈ കാര്യമാണ് റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയിൽ ഞാനവിടെ പറയാൻ ശ്രമിച്ചത്. അത് നികേഷ് അതിനൊരു ട്രോളിനുള്ള വകയുണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിനെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ എങ്ങനെയാണ് വളവുകളിൽ വേഗത കുറയ്ക്കാതെ തന്നെ ട്രെയിനുകൾക്ക് പോകാൻ കഴിയുന്ന ടിൽറ്റിംഗ് ട്രെയിൻ ടെക്നോളജി എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.